അത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു എന്റെ അവസ്ഥ. അങ്ങനെ നമ്മൾ ബെൽജിയത്തിൽ എത്തിയിട്ട് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. ഒറ്റ മൈൻഡിൽ തീരുമാനിച്ച ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നായിരുന്നു. ആദ്യം തന്നെ നമ്മൾ വന്നത് ബ്രുസൽസ് കനാൽ കാണാനാണ്. ഈ കാണുന്നതാണ് ബ്രുസൽസ് കനാൽ. ഏകദേശം 14 കിലോമീറ്ററോളം നീണ്ടു നിവർന്ന് എങ്ങനെ കിടക്കുവാണ് ഈ ഒരു കനാൽ. അവിടെ നിന്നും വീണ്ടും ഞാൻ എന്റെ യാത്ര ആരംഭിച്ചു. ഇനി ഇവിടെ നിന്നും കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് പ്ലേസിൽ എത്താം. അങ്ങോട്ടേക്ക് നടക്കുന്ന വഴിയാണെങ്കിൽ കാണാൻ നല്ല അടിപൊളിയാണ്. ബ്രുസൽസിലെ ഈ മനോഹരമായ സെൻട്രൽ സ്ക്വയർ ആണ് ഗ്രാൻഡ് പ്ലേസ്. ബെൽജിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഗോത്തിക് സ്റ്റൈലിലുള്ള ടൗൺ ഹാൾ. അതിന്റെ നേരെ എതിർവശത്തായി കാണുന്ന ഈ ബിൽഡിംഗ് ആണ് കിങ്സ് ഹൗസ്. ഇപ്പൊ ഇതൊരു മ്യൂസിയം ആണ്. അങ്ങനെ പല പല ബിൽഡിങ്ങുകൾ. ഇനി എന്റെ അടുത്ത ലക്ഷ്യം ബെൽജിയത്തിലെ ഫേമസ് ആയിട്ടുള്ള ബെൽജിയം വാഫിൽ കഴിക്കണം. അങ്ങനെ ഞാനും ട്രൈ ചെയ്തു ബെൽജിയം വാഫിൽ. ഒരു രക്ഷയുമില്ല. കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം മത്തടിച്ച് അവിടെ ഇരുന്നു. ഒരിക്കലെങ്കിലും ബെൽജിയം വാഫിൽ ബെൽജിയത്തിൽ വന്നൊന്ന് കഴിച്ചു നോക്കണം. അപ്പൊ മനസ്സിലാവും. ഇന്ന് നമുക്കൊരു സോളോ ട്രിപ്പ്